നമസ്കാരം. പേർഷ്യൻ ബ്ലൂ മാച്ചിങ്ങിനെ കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യുവാനാകും. പ്രഷ്യൻ ബ്ലൂ ഉപയോഗിക്കുന്നത് പരിശീലിക്കാൻ, മെയിൽ ആൻഡ് ഫീമെയിൽ ടേപ്പർ വർക്ക് പീസുകളുമായി ബ്ലൂ മാച്ച് ചെയ്യുന്നത്, മേറ്റിംഗ് സർഫേസുകളുടെ മാച്ചിംഗ് പരിശോധിക്കുവാൻ മാച്ചിംഗ് ബ്ലൂ ഉപയോഗിക്കുന്നു. രണ്ട് എലമെന്റുകളുടെ മേറ്റിംഗിന് അപ്ലൈ ചെയ്യുന്ന ഒരു എക്സ്ട്രീംലി പിഗ്മെന്റഡ് പേസ്റ്റിനെ ബ്ലൂ മാച്ചിംഗ് എന്ന് പറയുന്നു. മെറ്റൽ വോക്കിങ്ങിൽ ക്വിക്ക് ഡ്രെയിങ് സ്റ്റെയിൻ ഉപയോഗിച്ചാണ് മാർക്കിംഗ് ഔട്ട് പ്രവർത്തനം നടത്തുന്നത്. മാർക്കിംഗ് ഔട്ട് ബ്ലൂ, സ്ക്രാപ്പിംഗ് ബ്ലൂ എന്നിവയെ എഞ്ചിനീയേഴ്സ് ബ്ലൂ എന്നും വിളിക്കാം. പ്രഷ്യൻ ബ്ലൂവും ഓയിലി മെറ്റീരിയലും, ഉദാഹരണത്തിന് ലിൻസീഡ് ഓയിൽ കലർത്തിയാണ് എഞ്ചിനീയേഴ്സ് ബ്ലൂ തയ്യാറാക്കുന്നത്. ഫൈനൽ അസംബ്ലി സമയത്ത് ഒരു മോൾഡിന്റെ കോൺകേവും കോൺവെക്സും മാച്ച് ചെയ്യുമ്പോൾ ടൂൾ മേക്കർമാർ പ്രഷ്യൻ ബ്ലൂ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഈ എക്സർസൈസ് നടത്തുവാൻ ആവശ്യമായ മെറ്റീരിയലുകൾ ഇവയാണ്: എഞ്ചിനീയേഴ്സ് ബ്ലൂ, മുൻ എക്സർസൈസുകളിൽ തയ്യാറാക്കിയ മെയിൽ ഫീമെയിൽ ഭാഗങ്ങൾ മാച്ച് ചെയ്യേണ്ടതുണ്ട്. ബ്ലൂ മാച്ചിംഗ് സർഫേസുകൾ വൃത്തിയാക്കുവാനുള്ള മൈക്രോ ഫൈബർ ക്ലോത്ത്, എഞ്ചിനീയേഴ്സ് ബ്ലൂ അപ്ലൈ ചെയ്യുവാനുള്ള ബ്രഷ്. നൽകിയിരിക്കുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ടേപ്പർ പാർട്ടുകളിലെ ബ്ലൂ മാച്ചിംഗ് ക്രമം നമുക്കിപ്പോൾ പഠിക്കാം. ബറുകൾ, അഴുക്ക്, ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് എന്നിവയ്ക്കായി മെയിലും ഫീമെയിലും വർക്ക് പീസുകൾ പരിശോധിക്കുക. വർക്ക് പീസുകളുടെ സർഫേസിൽ നിന്ന് ഓയിൽ നീക്കം ചെയ്യുന്നതിനായി ഡീസൽ പോലെയുള്ള ഏതെങ്കിലും സർഫക്റ്റന്റ് ഉപയോഗിച്ച് മെയിലും ഫീമെയിലും വർക്ക് പീസുകൾ വൃത്തിയാക്കുക. വർക്ക് പീസുകളിൽ നിന്ന് ബറുകൾ നീക്കം ചെയ്യുവാൻ മികച്ച ഗ്രേഡഡ് എമറി ഷീറ്റ് ഉപയോഗിക്കുക. വർക്ക് പീസുകളിൽ നിന്ന് അഴുക്ക് നീക്കം ചെയ്യുവാൻ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക. മെയിലും ഫീമെയിലും വർക്ക് പീസുകൾ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുക. മെയിൽ വർക്ക് പീസിന് മുകളിൽ പ്രഷ്യൻ ബ്ലൂവിന്റെ 2 തുള്ളി പുരട്ടുക. വർക്ക് പീസിന്റെ സർഫേസിൽ ഒരു നേർത്ത ലെയറിൽ ഇത് തുല്യമായി പരത്തുക. ഇപ്പോൾ പ്രഷ്യൻ ബ്ലൂ അപ്ലൈ ചെയ്ത മെയിൽ വർക്ക് പീസ് ഫീമെയിൽ വർക്ക് പീസിലേക്ക് മൃദുവായി ഇൻസേർട്ട് ചെയ്യുക. വർക്ക് പീസ് ഒരു ഡയറക്ഷനിലേക്ക് ചെറുതായി തിരിക്കുക. രണ്ട് ഡയറക്ഷനിലേക്കും തിരിയുന്നത് ഒഴിവാക്കുക. ഇനി ഫീമെയിൽ വർക്ക് പീസിൽ നിന്ന് മെയിൽ വർക്ക് പീസ് മെല്ലെ നീക്കം ചെയ്യുക. ഫീമെയിൽ വർക്ക് പീസിന്റെ മുഴുവൻ കർവ്ഡ് സർഫേസിലും പ്രഷ്യൻ ബ്ലൂ പുരണ്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ പഠിച്ചത് പ്രഷ്യൻ ബ്ലൂ അപ്ലൈ ചെയ്യുന്നത് പരിശീലിക്കുക,
മെയിലും ഫീമെയിലും ടേപ്പർ വർക്ക് പീസുകളുമായി ബ്ലൂ മാച്ചിങ് ചെയ്യുക എന്നിവ. പേർഷ്യൻ ബ്ലൂ മാച്ചിങ്ങിനെ കുറിച്ചാണ് ഈ സെഷനിൽ ചർച്ച ചെയ്തത്. അടുത്ത സെഷനിൽ കാണാം.